പേട്രിയറ്റ് ഇന്നലെയാണ് കണ്ടത്. പേട്രിയറ്റിനെ കുറിച്ച് പറയാൻ എനിക്കങ്ങനെ ഒരു ഓർക്ക ഗുളിക സിനിമയായിട്ട് തോന്നിയില്ല. കൊള്ളാം, കണ്ടുകൊണ്ടിരിക്കാം. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, പ്രശ്നം എന്ന് ചിലപ്പോൾ എല്ലാവർക്കും അതൊരു പ്രശ്നമായിരിക്കില്ല കേട്ടോ. എനിക്ക് വലുതായിട്ട്, പക്ഷേ എൻ്റെ കൂടെ ഇരുന്ന് കണ്ട കുറച്ച് പേർക്ക് അവരുടെ അടുത്തൊക്കെ അവരെൻ്റെ അടുത്ത് പറഞ്ഞതൊക്കെ വെച്ച് എനിക്ക് മനസ്സിലായെന്ന് പറയുമ്പോൾ, പിന്നെ എനിക്ക് കണ്ടപ്പോഴും തോന്നിയെന്ന് പറയുമ്പോൾ, ഇതങ്ങനെ ഒരു സാധാരണ പ്രേക്ഷകൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഇത് കുറേ അധികം ഇൻഫർമേഷൻസ് ഉണ്ട് ഇതിനുള്ളിൽ. സത്യത്തിൽ ഇത് കാണേണ്ട സിനിമ തന്നെയാണ്. പിന്നെ ഇതിനകത്തുള്ള ഒരു ഇവർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഇൻസിഡൻറ്റ് മാത്രമാണ് ഇവർ വെച്ചിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് സംസാരിക്കുന്നത്, വലിച്ചു നീട്ടി പോകുന്നത്. ഇതിൽ കുറച്ചധികം ഇതുപോലുള്ള ഇൻസിഡൻസ് ഒക്കെ സംഭവിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ വലിയ പ്രശ്നങ്ങൾ വരുന്നു, അതിൻ്റെ ഒരു പെയിൻ നമ്മളിലേക്ക് എത്തിച്ച്, പിന്നെ അതിനെതിരെ ഫൈറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ പോയിരുന്നെങ്കിലും കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു ഹാപ്പനിങ്സ് ഉണ്ടാവണമായിരുന്നു ഇതിനുള്ളിൽ. പക്ഷേ ഇതിൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതകളുണ്ടെന്നൊക്കെ പറഞ്ഞ് എല്ലാം ഇങ്ങനെ പറച്ചിലാണ്. ഇപ്പോൾ മമ്മൂക്ക തന്നെ ഇങ്ങനെ സംസാരിക്കുകയാണ് കുറേ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ. അപ്പോൾ ഇതിങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്ന പോലെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ട് ഇരുന്ന് അതിനെക്കുറിച്ച് ആലോചിച്ചു, ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ ആലോചിച്ച്, അതിന് കുറച്ചുകൂടെ ഒരു പേഷ്യൻസ് വേണം അങ്ങനെ ഇരുന്ന് കാണാനായിട്ട്. ഒരു സാധാരണ ഒരു പ്രേക്ഷകന് ചിലപ്പോൾ അങ്ങനെ അത്രയും ഒരു ക്ലാസ്സിലിരുന്ന് കേൾക്കുന്ന പോലെ പറ്റില്ല. ചിലപ്പോൾ OTT-ലൊക്കെ ഇത് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഒന്ന് സമാധാനമായിട്ടൊക്കെ ഇരുന്ന്, അല്ലെങ്കിൽ ഒരു വീട്ടിനുള്ളിൽ മാത്രമേ ഇരുന്ന് കാണുമ്പോൾ ഓക്കെ ആയിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം. പോസ് ചെയ്തിട്ടൊക്കെ പിന്നെ കാണാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷേ തിയേറ്ററിനുള്ളിൽ അത് പ്രത്യേകിച്ച് മമ്മൂക്ക, ലാലേട്ടൻ ഇവർ രണ്ടുപേരും കൂടെയൊക്കെ വരുന്നു. പിന്നെ ഇത്രയും ഒരുപാട് കാസ്റ്റ് ഉണ്ട് ഇതിനുള്ളിൽ. ഫഹദ് ഫാസിൽ, ചാക്കോച്ചൻ, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ വരുമ്പോൾ, പിന്നെ ഇതിൻ്റെ പോസ്റ്റേഴ്സിലൊക്കെ തന്നെ അവർ ഈ മറ്റേ കാറിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഷൂട്ട് ചെയ്യുന്ന ആ ഒരു ഇതൊക്കെ, അങ്ങനെ കുറേ ആക്ഷൻ സീക്വൻസ് ഒക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ എനിക്ക് ഇതിൻ്റെ ട്രെയിലർ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു, ഇതിലെ മെയിനായിട്ട് ആക്ഷൻസ് ഒക്കെ വരാൻ പോകുന്നത് മമ്മൂക്കയ്ക്കും ലാലേട്ടനുമായിരിക്കും. ലാലേട്ടൻ ഓക്കെ, എന്തെങ്കിലും ഒരു ആക്ഷൻസ് ഒക്കെ നമുക്കൊന്ന് ഇതാക്കാമെന്ന് വെക്കാം. പക്ഷെ മമ്മൂക്കയ്ക്ക്, ഇവർക്ക് രണ്ടുപേർക്കും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതിൽ മമ്മൂക്കയുടെ ഫൈറ്റ് തന്നെ എല്ലാം ചെയ്തിരിക്കുന്നു പറയുമ്പോഴത്തേക്കും ഭയങ്കര ടൈറ്റായിട്ട് ഫ്രെയിമാണ്. ഭയങ്കര ടൈറ്റ് ഫ്രെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലോസപ്പ് വെച്ചിട്ട് ഇങ്ങനെ മുഖത്തുള്ള ആക്ഷൻസ് കുറേ കാണിക്കും. അത് കഴിഞ്ഞിട്ട് ഇടിക്കുമ്പോഴത്തേക്ക് ആ കൈയുടെ മാത്രമേ അത് കാണിക്കും. അല്ലാതെ ഒരു വൈഡ് ഷോട്ടിൽ ഫൈറ്റ് നടക്കുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫീലോ ഒന്നുമില്ല. എല്ലാം ഇങ്ങനെ ഭയങ്കര കട്ട് ടൈറ്റായിട്ട് ഫ്രെയിം വെച്ചിട്ട് കട്ട് ചെയ്യുന്നു, അവർ പോയി വീഴുന്നു, പിന്നെ ഫേസിൻ്റെ എക്സ്പ്രഷൻ, അത് കഴിയുമ്പോൾ ഇടിക്കുമ്പോഴത്തേക്കും കൈയുടെ മാത്രം കാണിക്കുന്നു, ക്ലോസപ്പ് കാണിക്കുന്നു. അങ്ങനെ സാധാ എന്താ പറയുക, ഇങ്ങനെ ഈ മാർക്കറ്റ് ചന്തത്തല്ലില്ലേ, അതുപോലത്തെ ഒരു തല്ല. അല്ലാതെ വേറെ അതിനകത്ത് ഫൈറ്റൊന്നും വലിയ ഇമ്പ്രസീവായിട്ടൊന്നും തോന്നിയില്ല. അങ്ങനെ പറ്റുള്ളൂ ആ സിനിമയ്ക്കകത്ത്. ഇവരെ മമ്മൂക്കനൊക്കെ വെച്ചാലും അത്രയൊക്കെ നടക്കുകയുള്ളൂ. പിന്നെ ലാലേട്ടൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ക്യാരക്ടറൊക്കെ സൂപ്പറായിരുന്നു. പക്ഷേ കുറച്ചൊരു സ്ലോ ആയിട്ട് പോകുന്നൊരു സിനിമയാണ്. അപ്പോൾ അതിൽ സ്ലോ ആയിട്ട് നടക്കുന്നൊരു ലാലേട്ടനും, കാലിനൊരു പ്രശ്നമുള്ള ആളാണ്. അപ്പോൾ അങ്ങനെയും കൂടെ ആയപ്പോഴത്തേക്കും പുള്ളിക്ക് കുറേ കൂടെ നമ്മളിങ്ങനെ ഡിപ്പാക്കുമല്ലോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കൂടെ വീണ്ടും ഓരോന്ന് തന്നെ താഴേക്ക് പോകാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതിൽ. അപ്പോൾ അത് കുറച്ച് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടായിരുന്നു തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് സ്റ്റോറി ഇങ്ങനെയാണ്, അപ്പോൾ അതിലെ ക്യാരക്ടേഴ്സിനും വയ്യ. അങ്ങനെ ഒരു ലെവലിൽ എല്ലാവരും പതിയെ മൂവ് ആകുന്നതുകൊണ്ടാണ് എനിക്കത് വലിയ ഇതായിട്ട്, കുറച്ചൊന്ന് മാസാക്കാൻ്റെ അടുത്ത് കുറച്ച് മാസാക്കണമായിരുന്നു. പിന്നെ ക്യാരക്ടറിനെ കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആക്കായിരുന്നു. മമ്മൂക്കയ്ക്കും ഒരു സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ മമ്മൂക്ക ചെയറിലായി, ഇരിപ്പായി. അതേതോ സിനിമയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മറ്റേ ചത്തപ്പച്ചയിലും വരുന്നു, ചെയറിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഭീഷ്മ പർവ്വത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിലും അവസാനമാകുമ്പോഴത്തേക്കും ട്രിപ്പൊക്കെ ഇട്ട് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ആ ക്യാരക്ടറിൻ്റെ ഓക്കെ, ആ ക്യാരക്ടറിനൊരു ഡൗൺഫാൾ ഉണ്ടാവുന്നു, അതിനുശേഷം അത് ഇങ്ങനെ റൈസായി വരുന്നു. അവരുടെ പിന്നെ ഉള്ളൊരു പൊങ്ങി വരുന്ന ഒരു ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനെ ഒന്നും ഇതിൻ്റെ അകത്തില്ല. ഇതിൽ പിന്നെ മോഹൻലാൽ, ലാലേട്ടൻ ഫൈറ്റ് ചെയ്യുന്നു. ആ ലിഫ്റ്റിലുള്ള ഫൈറ്റ്, ദാറ്റ് വാസ് ഗുഡ്. ബട്ട് അതിന്നൊന്ന് ആ ഒരു സീനൊന്ന് ഹൈ ആയി വന്നു, അതേപോലെ താഴെ പോയി കുഴിയിൽ പോയിട്ടുണ്ട്. അത്രയും ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ലിഫ്റ്റിൻ്റെ ഒരു സീനൊക്കെ ഉണ്ട്, ആ ലിഫ്റ്റ് അവസാനം വന്ന് ഇടിക്കുന്നതൊക്കെ, അതൊക്കെ കോമഡി ആയിട്ടുണ്ട്. അത് എത്ര നേരം അതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം പിന്നെ മമ്മൂക്ക പിന്നെ ലാലേട്ടനും മമ്മൂക്ക ഉള്ളതുകൊണ്ട് അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അവസാനം ആൾക്കാരൊക്കെ ഉറക്കാൻ വേണ്ടി ഒരു പാട്ട്. അതിനുശേഷം പിന്നെ കുറേ ഡയലോഗുകൾ, ഇങ്ങനെയായിരുന്നു, അതങ്ങനെയായിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരിത്. ഇതിൻ്റെ പ്രൊഡ്യൂസറാണെന്ന് തോന്നുന്നു, ഏതോ ഇതിൽ പറഞ്ഞത് ഞാനിങ്ങനെ വായിച്ചായിരുന്നു. ഇങ്ങനെ ലാലേട്ടൻ
എന്തോ നാടിന് വേണ്ടി മരിക്കുന്ന ക്യാരക്ടർ അത് അങ്ങനെ എന്തൊക്കെയാണെന്ന് ലാലേട്ടന് തോന്നി, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നോ എന്തൊക്കെയൊക്കെ. അതൊന്നും അല്ല, ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് സിനിമ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഇതിനകത്ത് ഇത് ഭയങ്കര ഒരു ചിലപ്പോൾ എല്ലാവർക്കും കുറേ പേർക്ക് ഇത് ഇഷ്ടപ്പെടാം, ഇതിൻ്റെ കണ്ടൻറ് വൈസ് ഇഷ്ടപ്പെടാം. ബട്ട് ഇതിനെ മേക്ക് ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടെ ഒന്ന് ക്രിസ്പാക്കി, കുറച്ചുകൂടെ ഒന്ന് ഷോർട്ടാക്കി, ഈ കാര്യങ്ങൾ കുറച്ചുകൂടെ ഇൻസിഡൻസും കുറച്ചുകൂടെ ഇവൻറ്റ്സൊക്കെ ഇതിനുള്ളിലേക്ക് നിറച്ച്. പിന്നെ അത് പറയാൻ പറ്റുമോ, ഞാൻ ഇതിൻ്റെ ഒരു ഫ്ലൈറ്റിൻ്റെ മറ്റേ ഫൈറ്റിംഗ് ജെറ്റ്സിൻ്റെ ഒരു 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 എപ്പിസോഡുണ്ട്. പിന്നെ ഫ്ലൈറ്റിനുള്ളിൽ ആ ഫൈറ്റ് ഒന്നും കൊള്ളത്തില്ല, പക്ഷെ ആ ഫ്ലൈറ്റിൻ്റെ VFX ഒക്കെ ചെയ്തിരിക്കുന്ന രീതിയും ഇതിൻ്റെ സൗണ്ട് വർക്കും ഒക്കെ ഭയങ്കര കിടിലമായിരുന്നു. പിന്നെ സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക് ഓക്കെ ഈ സിനിമയ്ക്ക് ഡിമാൻഡ് ചെയ്യുന്ന പോലെ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഒരു സിഗ്നേച്ചർ ഇതുവരെ ചെയ്തിട്ടുള്ളതൊക്കെ വെച്ച് നോക്കുമ്പോഴൊന്നും ഒന്നുമില്ല ഇതിനകത്ത്. അത് ചെയ്യാനുള്ള വലിയ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഇല്ല. പിന്നെ ഓക്കെ, ഫഹദ് ഫാസിലൊക്കെ ഈ റിപ്പീറ്റായിട്ട് ഇങ്ങനെ കുറേ സിനിമകളിൽ ഇതുപോലുള്ള ഈ ഒരു ചുമ്മാ ഇങ്ങനെ അഗ്രസീവായിട്ടുള്ള ഈ SJ സൂര്യയൊക്കെ തമിഴിൽ ചെയ്യുന്ന പോലെ ഫഹദ് ഫാസിൽ ഇതിൽ ഓരോ ഡയലോഗ് പറയുമ്പോഴും ഇത് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നും. എന്തൊക്കെ ഇങ്ങനെ ചാവി കൊടുത്ത് വിട്ട പോലെ കിടന്ന് ഇങ്ങനെ കളിക്കുക. ഒരു എല്ലാത്തിലും ഒരേപോലെ ഇങ്ങനെ ചെയ്യുന്ന പോലെ, ഇല്ല ട്രാൻസിലെ പാസ്റ്ററിനെയൊക്കെ പോലെ ഇങ്ങനെ കിടന്ന് വിറയ്ക്കുക. അത് മാസാക്കാൻ നോക്കുന്നത് പുള്ളിയുടെ ആ ഒരു പുള്ളിയുടെ ലുക്കും ഈ ക്യാരക്ടറിനെ പുള്ളി പെരുമാറുന്ന രീതിയൊന്നും കണ്ടിട്ട് ഒന്നും കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. പിന്നെ ചാക്കോച്ചൻ്റെ റോള് ഓക്കെ അതൊന്നും അങ്ങനെ വലിയ ഇതൊന്നുമില്ല, ചുമ്മാ ഒരു ഫേസ് ഇങ്ങനെ അത് തന്നെ എൻഡ് മുതൽ ലാസ്റ്റ് വരെ ഒരു ഇത്. അതുപോലെ നയൻതാരയൊക്കെ കോമഡി. നയൻതാരയൊക്കെ എന്തിനാണ് എൻ്റെ അടുത്ത്, നയൻതാരയൊന്നും ഒരാവശ്യമില്ല എൻ്റെ അടുത്ത്. ഇതിൽ രേവതിക്കും കുറച്ചെന്തെങ്കിലുമൊക്കെ ഫസ്റ്റിൽ ചെയ്യാനുണ്ട്. അവർ അപ്പം തന്നെ ഒരു 5 മിനിറ്റ്സോ 10 മിനിറ്റ്സോ അത്രയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അത് കഴിയുമ്പോൾ തന്നെ ആ ക്യാരക്ടർ കുറച്ചുകൂടി ലെങ്ത്ത് വെക്കായിരുന്നു, അതിനെന്തെങ്കിലുമൊക്കെ ഒരു ഇത് കൊടുത്ത് വെക്കായിരുന്നു. പിന്നെ നയൻതാരയുടെ കാര്യം, നയൻതാര ഇടയ്ക്ക് ആ കൂടെ ഇതിനകത്തൊരു 2 മിനിറ്റ് ഡയലോഗ് കണ്ടേ ഉള്ളൂ. പിന്നെ നേരത്തെ ഇപ്പോൾ ഞാൻ ഈ ചാക്കോച്ചൻ്റെ കാര്യം പറഞ്ഞ പോലെ അതിനേക്കാളും മോശമാണ് നയൻതാരയുടെ ഇതിലെ ആക്ടിങ്. ഒരു ഫേസിൽ ഒരൊറ്റ എക്സ്പ്രഷനാണുള്ളത്, ഒരു ചിരിയോ അല്ലെങ്കിൽ ഒരു എമോഷൻ ചേഞ്ച് ചെയ്യുന്ന അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ഈ ഒരു ഒറ്റ എക്സ്പ്രഷൻ വെച്ചിട്ട് ഫസ്റ്റ് മുതൽ വരുന്ന മുതൽ പോകുന്ന വരെ അതേ ഇതിൽ നിന്നിട്ടുണ്ട്. ഇങ്ങനെ ചുണ്ട് അനങ്ങാതെ ഇങ്ങനെ വർത്താനം പറയും. അതിനി പുള്ളിക്കാരിയാണോ ഡബ് ചെയ്തതെന്ന് അറിയില്ല, എന്തായാലും അതങ്ങനെ ഒരു ക്യാരക്ടർ. പിന്നെ മറ്റേ നമ്മുടെ ആട്ടം സിനിമയിലുള്ള പേര് മറന്നുപോയി, ഇത് നല്ല പെർഫോമൻസ് ആയിരുന്നു. അത് കിടിലമായിരുന്നു. അത് അവരുടെ ഓരോരോ എക്സ്പ്രഷൻസും ഓരോ മമ്മൂട്ടിയുമായിട്ടുള്ള ഓരോ സീനൊക്കെ കിടിലമായിരുന്നു. അങ്ങനെ അതുകൊണ്ട് ഈ ഒരു മൂവി ഇങ്ങനെ എല്ലാവർക്കും അങ്ങനെ സെറ്റായി പോകാത്ത ഒരു മൂവിയാണ്. സിമ്പിളായിട്ട് എടുക്കുന്ന, ഇപ്പോൾ ലോകമൊക്കെ തന്നെ അതിനകത്തുള്ളൊരു സ്റ്റോറി എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ മറ്റേ നമ്മുടെ മിത്തൊക്കെ വെച്ചിട്ടുള്ള അത് എല്ലാവർക്കും കണക്റ്റ് ആവും, റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിനകത്തുള്ള അതിൻ്റെ മ്യൂസിക്, അതിൻ്റെ ഒരു തീം അത്രയും ഗ്രാൻഡായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വാഴ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചില്ലേ, അതും ജസ്റ്റ് സിമ്പിൾ സ്റ്റോറീസാണ്. അപ്പോൾ ഇതുവർ വലിയ രീതിയിൽ മേക്കിംഗ് ഒക്കെ ഓക്കെയാണ്, നല്ലതായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ക്വാളിറ്റി, ഇതിൻ്റെ കളർ ഗ്രേഡിങ് ആയിക്കഴിഞ്ഞാലും ഒക്കെ നമുക്കൊരു ഇൻ്റർനാഷണൽ മൂവി കാണുന്ന ഒരു ഫീൽ തന്നെ ആയിരിക്കും. പക്ഷേ ഇതിനകത്തുള്ള സ്റ്റഫിൽ ഇവർ ചെയ്തു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ഈ മൂവിയായിട്ടുള്ളൊരു നമ്മളിങ്ങനെ ഒരു ഡോക്യുമെൻ്ററി ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ കാണുന്നു, അത്രേ ഉള്ളൂ. ഒരു നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററി മലയാളത്തിൽ നിന്ന് വന്നത്. അല്ലാതെ ഒരു ഓക്കെ ഫിലിം, അത്രേ ഉള്ളൂ. വലിയ ഒന്നും ഇവർ ഇത്രയും പേര് വന്ന് ചെയ്യേണ്ട ഒന്നും ഇതിനകത്തില്ല. പിന്നെ ഈ 2-3 സീക്വൻസ്, ഈ ഫ്ലൈറ്റിൻ്റെയും അത് ആ ഫൈറ്റർ ജെറ്റിൻ്റെയൊക്കെ സൗണ്ടൊക്കെ, അതിൻ്റെ ആ ഒരു സീക്വൻസൊക്കെ സൂപ്പറായിരുന്നു. അത് അങ്ങനെയുള്ള 2-3 എപ്പിസോഡ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ സിനിമ OTTയിൽ കൊടുക്കാനുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നുമില്ല. തിയേറ്ററിൽ പോയിരുന്നിട്ടുള്ള ഒരു ഹൈപ്പിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒന്നും ഇതിനകത്തില്ല. സോ ദാറ്റ്സ് ഇറ്റ്.